കളമശ്ശേരി HMT ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. പുതിയ ഗതാഗത പരിഷ്കരണം ഇന്നു മുതൽ നിലവിൽ വന്നു. 18 കോൺഫ്ലിക്സ് പോയിന്റുകളെ 3 ചുരുക്കിയാണ് പരിഷ്കാരമെന്ന് RTO K മനോജ് 24നോട് പറഞ്ഞു. കളമശ്ശേരി HMT ജംഗ്ഷൻ എറണാകുളത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടിരുന്ന ഒരു പ്രദേശമാണ്. അത് കുരുക്ക് കുറക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് ഉള്ളത്. അതിന്റെ ആദ്യപടി എന്ന നിലയിലാണ് ഇന്ന് ഗതാഗത പരിഷ്കരണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനമായും 18 കോൺഫ്ലിക്റ്റ് പോയിന്റുകളാണ് ഈ പ്രദേശത്ത് മാത്രം ഉണ്ടായിരുന്നത്. അത് 3 ചുരുക്കി ഗതാഗത കുരുക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിന്റെ ആദ്യപടി ആരംഭിച്ചു. മന്ത്രി P രാജീവ് ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നു. ഇതാണ്, അതായത് ആലുവയിൽ നിന്ന് വരുന്ന എല്ലാ വാഹനങ്ങളും, ഈ കാണുന്ന ആലുവയിൽ ദിശയിൽ നിന്ന് വരുന്ന എല്ലാ വാഹനങ്ങളും, ബസ് അടക്കമുള്ള വാഹനങ്ങൾ സാധാരണഗതിയിൽ ഇതുവഴി ആയിരുന്നില്ല, HMT ജംഗ്ഷൻ വഴി ആയിരുന്നില്ല പോയിരുന്നത്. അവർ നേരെ ഹൈവേ വഴി അങ്ങനെയായിരുന്നു പോയിരുന്നത്. അത് ഹൈവേ അവിടെ ബ്ലോക്ക് ചെയ്തു. അതിന് പകരം ഈ HMT ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിൽ നിർത്തി വേണം ആ വാഹനങ്ങൾക്ക് ഇനി തിരികെ പോകുന്നതിന് വേണ്ടിയിട്ട്. ഒപ്പം എടപ്പള്ളി ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ സാധാരണഗതിയിൽ HMT ജംഗ്ഷൻ കൂടിയാണ് വന്നിരുന്നത്. എന്നാൽ അവർക്ക് HMT ജംഗ്ഷനിലേക്ക് കടക്കേണ്ടതില്ല. അവർക്ക് നേരെ അപ്പുറത്തെ വഴി, എല്ലാ വാഹനങ്ങളും അപ്പുറത്തെ വഴി TVS ജംഗ്ഷനിൽ നിന്ന് നേരെ ആലുവയിലേക്ക് പോകാനാണ് നിർദ്ദേശം. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം. ഒപ്പം ഈ അവിടെ നിന്ന്, അതായത് സ്റ്റേറ്റ് ഗ്യാരേജ് വാഹനങ്ങൾ നേരെ സൗത്ത് കളമശ്ശേരിയിൽ നിന്ന് TVS ജംഗ്ഷനിലേക്ക് ലൈൻ ഗ്യാരേജായി എത്തണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാഹനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ക്യാമറകൾ അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇതിൽ കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് പരമാവധി പരിഹരിക്കും. എല്ലാ ദിവസവും നിരീക്ഷണം ഉണ്ടാകും എന്നാണ് ലഭ്യമാകുന്ന വിവരം. നിരവധി കോളേജും വിദ്യാർത്ഥികളും ഒക്കെ ഉള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ ഗതാഗത പരിഷ്കരണം നടത്തിയത്. മണിക്കൂറുകളാണ് ആളുകൾക്ക് ഇവിടെ നിന്ന് ഈ ബ്ലോക്കിൽ കിടന്ന് മണിക്കൂറുകൾ നഷ്ടമാകുന്ന സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഗതാഗത മന്ത്രിയും അതോടൊപ്പം മണ്ഡലത്തിലെ MLAയും വ്യവസായ മന്ത്രിയുമായ P രാജീവും ചേർന്ന ഒരു യോഗം ചേർന്ന് ആലോചിച്ച് ഇത്തരത്തിലൊരു പരിഷ്കാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അതിന്റെ വരും ദിവസങ്ങളിലായിരിക്കും. ഇന്നിപ്പോൾ അവധിയാണ്, നാളെ ആയിരിക്കും ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ഫുൾ സ്ട്രെച്ച് മനസ്സിലാക്കാൻ സാധിക്കുക. ഇത് വിജയിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഗതാഗത വകുപ്പിന്റെ പ്രതീക്ഷ.